മാത്യു കുഴൽനാടൻ, ബഹുമാനായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സെക്രട്ടറി ജനറൽ മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ ജോയി എബ്രഹാം സാറ്, ബഹുമാനായ ശ്രീ അഗസ്തി സാറ്, UDF ചെയർമാൻ ശ്രീ ജോയി വെട്ടിക്കുഴി, മറ്റ് ബഹുമാന്യരായ മുഴുവൻ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ മനോജ് മുരളി ഉൾപ്പെടെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, സഹപ്രവർത്തകരെ, ഞാൻ ഈ വൈകിയ വേളയിൽ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. നേതാക്കന്മാർ വളരെ വിശദമായി നമ്മുടെ ജാഥയുടെ പദയാത്രയുടെ മുഖ്യമായ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ എന്തും പറഞ്ഞ് നാട്ടിലെ ജനങ്ങളുടെ മുൻപിൽ നല്ല പിള്ള ചമയുകയും എത്ര കല്ല് വെച്ച നുണയും സത്യമാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ് ഇടതുപക്ഷ മുന്നണി എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. ആടിനെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുക എന്ന രാഷ്ട്രീയ ഭാഷയിൽ പറയുന്നത് പോലെ സത്യവും മിഥ്യയും രണ്ടും രണ്ടാണ്. ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി എന്നും സുതാര്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിനി ഭൂപതിവ് ചട്ടങ്ങളുടെ കാര്യമായാലും ബഫർ സോണിന്റെ പ്രശ്നമായാലും കൃഷിക്കാരുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാർഷിക വിലയിടിവ് വലിയ പ്രശ്നമാണ്. പട്ടയ പ്രശ്നം ഈ ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അവിടെയെല്ലാം വളരെ സത്യസന്ധമായ നിലപാട് സ്വീകരിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രബുദ്ധമായ പാരമ്പര്യം ആർക്കും ചോദ്യം ചെയ്യാനാവില്ല. വിശ്വാസ്യതയുടെ, സ്വീകാര്യതയുടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു തലത്തിൽ ഈ കാര്യങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ പഴി പറയാൻ പറ്റും? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ ഞങ്ങളാണ് ഇതെല്ലാം ചെയ്തത്, അല്ലെങ്കിൽ കൃഷിക്കാരുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇടപെട്ടത് ഞങ്ങളാണ്, UDF എല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞ് തെറ്റായ പ്രചരണങ്ങൾ മാത്രം സംഘടിപ്പിച്ച് മുൻപോട്ട് പോയവർ ഇപ്പോൾ പ്രതികളായി, ജനകീയ കോടതിയിൽ പ്രതികളായി, കുറ്റക്കാരായി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. എന്നിട്ടും മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെ കുറെ ആക്ഷേപങ്ങൾ അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദീർഘമായി കടക്കുന്നില്ല. ഇവിടെ ഈ കട്ടപ്പന എന്ന് പറയുന്നത് ഹൈറേഞ്ചിന്റെ ഹൃദയഭൂമിയാണ്. ഇവിടുത്തെ വ്യാപാരി വ്യവസായ സമൂഹം എല്ലാ കാര്യങ്ങളിലും വലിയ തോതിൽ ഇടപെടുന്നവരാണ്. ഈ നാടിന്റെ പൊതുവായ വികസന കാര്യങ്ങളിൽ, അത് ഭൂപതിവ് ചട്ടങ്ങളുടെ കാര്യമായാലും ബഫർ സോൺ വിഷയമായാലും ESA പ്രശ്നമായാലും എല്ലാ കാര്യങ്ങളിലും ഹൈറേഞ്ചിന്റെ ഹൃദയവികാരം അനുസരിച്ച് വ്യാപാരി വ്യവസായികൾ ഉൾപ്പെടെ പൊതുരംഗത്ത് നിൽക്കുന്ന ഒട്ടേറെ പ്രമുഖരായ ആളുകൾ കട്ടപ്പനയിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളത് ഏറെ ശ്ലാഘനീയമാണ്. ഇവിടെ ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്യണമെന്ന ആവശ്യം എങ്ങനെയാണ് വന്നത്? അത് 2019 ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തലതിരിഞ്ഞ നയ സമീപനത്തിന്റെ പേരിൽ 2016 ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ മൂന്നാറിൽ മാത്രമായി പ്രത്യേകമായ നിയമവും ചട്ടവും വേണം. അവിടെ കെട്ടിട നിർമ്മാണ നിരോധനം വേണം. അവിടെ 1500 സ്ക്വയർ ഫീറ്റിന് അപ്പുറത്തുള്ള കെട്ടിടങ്ങൾ കണ്ടുകെട്ടി പാട്ടത്തിന് കൊടുക്കണം.